ഗോകുലമാലയിലേക്ക് സ്വാഗതം. മുചുകുന്ദനും കാലയവനും എങ്ങനെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഹിന്ദു പുരാണങ്ങളിലെ സൂര്യവംശത്തിലെ രാജാവാണ് മുചുകുന്ദൻ. അദ്ദേഹം മന്ദത രാജാവിന്റെ പുത്രനും അംബരീഷന്റെ സഹോദരനുമാണ്. ഒരിക്കൽ ഒരു യുദ്ധത്തിൽ ദേവതകൾ അസുരന്മാരാൽ പരാജയപ്പെട്ടു. അമ്പുകളാൽ പീഡിതരായ അവർ മുചുകുന്ദ രാജാവിന്റെ അടുക്കൽ ചെന്ന് സഹായം തേടി. മുചുകുന്ദ രാജാവ് അവരെ സഹായിക്കാൻ സമ്മതിക്കുകയും അസുരന്മാരോട് വളരെക്കാലം യുദ്ധം ചെയ്യുകയും ചെയ്തു. ദേവന്മാർക്ക് കഴിവുള്ള ഒരു സേനാധിപതി ഇല്ലാത്തതിനാൽ ദേവന്മാർക്ക് ശിവന്റെ പുത്രനായ കാർത്തികേയനെ പോലെ സമർത്ഥനായ ഒരു സേനാപതിയെ ലഭിക്കുന്നതുവരെ അസുരന്മാരുടെ ആക്രമണത്തിൽ നിന്ന് അവരെ സംരക്ഷിക്കാൻ മുചുകുന്ദ രാജാവിന് സമയമുണ്ടായിരുന്നു. അപ്പോൾ ഇന്ദ്രൻ മുചുകുന്ദ രാജാവിനോട് പറഞ്ഞു, രാജാവേ, അങ്ങയുടെ സ്വന്തം കുടുംബജീവിതം ത്യജിച്ചുകൊണ്ട് നീ ഞങ്ങൾക്ക് നൽകുന്ന സഹായത്തിനും സംരക്ഷണത്തിനും ഞങ്ങൾ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. ഇവിടെ സ്വർഗത്തിൽ 1 വർഷം 300 തുല്യമാണ്, ഭൂമിയുടെ 60 വർഷമായി. അതിനാൽ നിങ്ങളുടെ രാജ്യത്തിനും കുടുംബത്തിനും ഒരു അടയാളം പോലും ഇപ്പോഴില്ല. പക്ഷേ അങ്ങയുടെ സഹായം കൊണ്ട് ഞങ്ങൾ സന്തുഷ്ടരാണ്. അതിനാൽ മോക്ഷമല്ലാതെ മറ്റ് എന്ത് വരം വേണമെങ്കിലും ചോദിച്ചുകൊള്ളൂ. മോക്ഷം ഞങ്ങളുടെ കഴിവുകൾക്കും അപ്പുറമാണ്. മുചുകുന്ദൻ ഇന്ദ്രനോട് ഉറങ്ങാൻ വരം ചോദിക്കുന്നു. ദേവന്മാരുടെ പക്ഷത്ത് യുദ്ധം ചെയ്യുമ്പോൾ മുചുകുന്ദ രാജാവിന് ഒരു നിമിഷം പോലും ഉറങ്ങാൻ അവസരം ലഭിച്ചിരുന്നില്ല. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ അവസാനിച്ചതിനാൽ ക്ഷീണത്താൽ അദ്ദേഹത്തിന് നല്ല ഉറക്കം തോന്നുന്നുണ്ടായിരുന്നു. അതിനാൽ അദ്ദേഹം പറഞ്ഞു, ദൈവങ്ങളുടെ രാജാവേ, എനിക്ക് ഉറങ്ങണം. ആരും എൻ്റെ ഉറക്കം ശല്യപ്പെടുത്തരുത്. എൻ്റെ ഉറക്കം ശല്യപ്പെടുത്താൻ ധൈര്യപ്പെടുന്നവൻ വെണ്ണീറാകണം. ഇന്ദ്രൻ പറഞ്ഞു, അങ്ങനെയാകട്ടെ. ഭൂമിയിൽ പോയി ഉറക്കം ആസ്വദിക്കൂ. നിങ്ങളെ ഉണർത്തുന്നവൻ ചാരമായി മാറും. ഇതിനുശേഷം മുചുകുന്ദ രാജാവ് ഭൂമിയിൽ ഇറങ്ങി ഒരു ഗുഹ തിരഞ്ഞെടുത്തു. അവിടെ അദ്ദേഹത്തിന് അസ്വസ്ഥതയില്ലാതെ ഉറങ്ങാൻ കഴിയും. ഇനി കാലയവനൻ ആരാണെന്ന് നമുക്ക് നോക്കാം. ബ്രഹ്മാണ്ഡ പുരാണത്തിൽ കാലയവനന്റെ ജനനത്തെക്കുറിച്ചുള്ള കഥ ഇങ്ങനെ വിവരിക്കുന്നു. വ്യാഖ്യാദേവി എന്ന സ്ത്രീയിലൂടെ അപമാനിതനായ ഗാർഹിയെ യാദവർ അപമാനിക്കുന്നു. 12 വർഷത്തെ തപസ്സിനു ശേഷം യാദവരെ നശിപ്പിക്കാനുള്ള ശക്തി നേടാൻ വേണ്ടി ഒരു പുത്രനെ ലഭിക്കണമെന്ന് മഹാദേവനിൽ നിന്ന് ഒരു വരം നേടിയെടുക്കുന്നു. തൻ്റെ തപസ്സിനിടയിൽ ഇരുമ്പ് നിറച്ചത് കഴിച്ചതുമൂലം അവൻ്റെ മുഖം ഇരുമ്പ് നിറം ആയിക്കഴിഞ്ഞു, അഥവാ കറുപ്പ് നിറം. തുടർന്ന് ഗാർഹ്യ മധുരയിലെത്തുന്നു. ഒരു പശുപാലകന്റെ മകളുമായി സ്നേഹത്തിലാകുകയും ആ കൂട്ടുകെട്ടിന്റെ ഫലമായി കാലയവനന് ജന്മം നൽകുന്നു. കാലയവനന്റെ അമ്മ പശുപാലകന്റെ മകളായി എത്തിയവൾ യഥാർത്ഥത്തിൽ ഒരു അപ്സരസ്സായിരുന്നു. രംഭ എന്നായിരുന്നു ആ അപ്സരസിന്റെ പേര്. ഗാർഹ്യ അദ്ദേഹത്തെ പുതിയ രാജാവായി കിരീടമണിയിച്ച് വനത്തിലേക്ക് യാത്രയാവുകയും ചെയ്യുകയാണ്. വിഷ്ണു പുരാണവും ഹരിവംശവും അനുസരിച്ച് കാലയവനൻ ഒരു യവന രാജാവായിരുന്നു. ക്രോധത്തിന്റെ ഭാഗമായ അവതാരമായിരുന്നു കാലയവനൻ. കാലയവനാകട്ടെ മഹാദേവനിൽ നിന്നുള്ള വരം കാരണം യുദ്ധത്തിൽ തോൽക്കാത്തവനും സമ്മാനതകളില്ലാത്തവനുമായി തീർന്നു. പക്ഷെ അവൻ ഒട്ടും തന്നെ കരുണയില്ലാത്തവനും ക്രൂരനുമായിരുന്നു. യുദ്ധത്തിൽ തന്നെ പരാജയപ്പെടുത്തുവാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി കൃഷ്ണനാണെന്ന് അവൻ മനസ്സിലാക്കുന്നു. ഈ വെല്ലുവിളി സ്വീകരിച്ച് കൃഷ്ണന്റെ രാജ്യം ആക്രമിക്കാൻ പുറപ്പെടുന്നു. ജരാസന്ധനുമായി സഖ്യമുണ്ടാക്കുകയും ചെയ്യുന്നു. യുദ്ധത്തിൽ ഇരു സൈന്യങ്ങളും മുഖാമുഖം വരുമ്പോൾ കൃഷ്ണൻ തന്റെ രഥത്തിൽ നിന്ന് ഇറങ്ങി നടക്കാൻ തുടങ്ങുന്നു. പിന്നാലെ കാലയവനനും. ഏറെ നാളുകൾക്ക് ശേഷം കൃഷ്ണനും പിന്നാലെ കാലയവനനും ഇരുണ്ട ഗുഹയിലേക്ക് പ്രവേശിക്കുന്നു. തലമുറകളായി അവിടെ ധ്യാനനിരതനായ മുചുകുന്ദ മുനിയാണ് ഈ ഗുഹയിൽ വസിച്ചിരുന്നത്. ഋഷിയുടെ നോട്ടം ആരുടെ മേലാണോ പതിക്കുന്നത് ആ വ്യക്തിക്ക് തൽക്ഷണം മരണത്തിന് വിധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഭഗവാൻ കൃഷ്ണന് അറിയാമായിരുന്നു. കോപാകുലനായ കാലയവനൻ ഇരുട്ടിൽ കാണാൻ കഴിയാതെ അത് കൃഷ്ണനാണെന്ന് തെറ്റിദ്ധരിച്ച് മുചുകുന്ദനെ ആക്രമിക്കുന്നു. മഹർഷി കണ്ണു തുറന്നു. അദ്ദേഹത്തിന്റെ നോട്ടം കാലയവനിൽ പതിക്കുന്നു. ഉടൻ തന്നെ കാലയവനൻ വെന്തു മരിക്കുന്നു. മുചുകുന്ദൻ കൃഷ്ണനെ ശ്രദ്ധിച്ചു. ഉടനെ അദ്ദേഹത്തിന് അത് മഹാവിഷ്ണുവായി തിരിച്ചറിയപ്പെട്ടു. മുചുകുന്ദൻ ഗുഹയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ താൻ ഉറങ്ങിയിട്ട് വളരെ കാലമായി എന്ന് അദ്ദേഹം മനസ്സിലാക്കി. തൻ്റെ കാലം മുതൽ മനുഷ്യരാശി വളരെ ചെറുതായിരിക്കുന്നുവെന്ന് അദ്ദേഹം കണ്ടെത്തി. തുടർന്ന് കൃഷ്ണന്റെ മാർഗനിർദ്ദേശപ്രകാരം മോക്ഷത്തിൽ എത്താൻ
തപസ് ചെയ്യുന്നതിനായി അദ്ദേഹം വടക്കോട്ട് ഗന്ധമാദന പർവ്വതത്തിലേക്ക് പോയി. ഇതാണ് മുചുകുന്ദനും കാലയവനും ഭഗവാൻ കൃഷ്ണനുമായിട്ടുള്ള ബന്ധം.